വണക്കം. കൊല്ലം ജില്ലയിൽ UDFിൻ്റെ ഇത്തവണത്തെ MLA എന്ന് പറയുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ നമുക്കറിയാം തോറ്റ് വിജയിച്ച ഒരു സ്ത്രീയാണ്. ബിന്ദു കൃഷ്ണ വിജയിച്ചപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു UDF സർക്കാരിൽ. അങ്ങനെ ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനമൊക്കെ ലഭിച്ച് അന്തസ്സായിട്ട് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ബിന്ദു കൃഷ്ണ ചെയ്തു. ബിന്ദു കൃഷ്ണയ്ക്ക് അത് ചെയ്യാനുള്ള എല്ലാവിധ അവകാശമുണ്ട്. പക്ഷേ UDFിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ UDFിനെ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് തന്നെ ബിന്ദു കൃഷ്ണ ഒരു കാര്യം ചെയ്തു. വെള്ളാപ്പള്ളി നടേശനെ ഒന്നുപോയി കണ്ടു. ഈ വെള്ളാപ്പള്ളി നടേശനെ കണ്ട ശേഷം ബിന്ദു കൃഷ്ണയുടെ സ്ത്രീത്വത്തെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗുകാർ ബിന്ദു കൃഷ്ണയെ അപമാനിച്ചു വിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ബിന്ദു കൃഷ്ണയെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പിൽ പോയി നിനക്ക് കുറച്ചുകൂടെ കുനിഞ്ഞു നിൽക്കാമായിരുന്നില്ലേ എന്നൊക്കെയാണ് ഓരോരുത്തന്മാർ സോഷ്യൽ മീഡിയയിൽ വന്ന് ബിന്ദു കൃഷ്ണയെക്കുറിച്ച് ചോദിക്കുന്നത്. ഇത് രമേശ് ചെന്നിത്തല കാണുന്നില്ലേ? ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കാണുന്നില്ലേ? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിലാണ്. നിനക്ക് കുറച്ചും കൂടെ ഒന്ന് കുനിയായിരുന്നില്ലേ? വെള്ളാപ്പള്ളിയെ പോലത്തെ ഒരു വർഗീയവാദിയുടെ മുമ്പിൽ പോയിട്ട് തലകുനിക്കുക എന്ന് പറഞ്ഞാൽ അതിനും നല്ലത് വേറെ വല്ല പണിക്കും പോവാണ് എന്നുള്ളത് അറിയാത്ത ഒരു മലയാളി ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. ഇതേ വെള്ളാപ്പള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ടിന്റെ ഭാഗമായിട്ടാണ് UDF എന്ന് പറഞ്ഞ ഭരണം വന്നതും നിനക്ക് മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനം കിട്ടിയതും നീ MLA ആയിട്ട് ജയിച്ചു പോയതും അതേ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ ചേർത്ത് പിടിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തൊട്ടാൽ മണ്ണിട്ട് കുളിക്കേണ്ട സാധനങ്ങള് ഒന്ന് നായ, ഒന്ന് പന്നി, മൂന്നാമത്തത് വെള്ളാപ്പള്ളി. ഈ 3 സാധനം. ആ സാധനത്തിന്റെ മുമ്പിലാണ് നീ തല കുനിച്ചു കൊടുത്തിട്ട് നിനക്ക് വോട്ട് ചെയ്തിട്ടുള്ള സകല ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ UDFിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ സകല ന്യൂനപക്ഷങ്ങളെയും തല കുനിക്കപ്പെടുന്ന രീതിയിലേക്ക് ആക്കുകയും ചെയ്തിട്ടുള്ള നിന്റെ ആ നിലപാടിനോട് ശക്തമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ന്യൂനപക്ഷങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ഇവിടെ അറിയാമെന്നുള്ള കാര്യമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല. ന്യൂനപക്ഷങ്ങൾ LDFിനും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ കഴിഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് ജയിച്ചത്? മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ രണ്ടാമത്തെ തവണയും വരുന്നത് കോവിഡ് എന്ന് പറയുന്ന മനുഷ്യന്മാർ ഇതുവരെ ഫേസ് ചെയ്യാത്ത അതിമാനുഷികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ കേരളത്തെ പിടിച്ചു നിർത്തിയത് ഞാനാണ് എന്നൊരു പ്രതീതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ ജനിപ്പിച്ചത് കൊണ്ടും പോരാത്തതിന് ആ സമയത്ത് ഉത്തരേന്ത്യയിലടക്കം നിങ്ങൾ നോക്കൂ, ആൾക്കാർ മരിച്ചു വീഴുന്നത് കണ്ടില്ലേ, അപ്പോൾ കേരളം കോട്ട കെട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലുമാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളടക്കം പിണറായി വിജയൻ ആ സമയത്ത് വോട്ടിട്ട് ജയിപ്പിച്ചത്. അല്ലാത്ത സമയത്ത് ന്യൂനപക്ഷങ്ങൾ ഇവിടെ മതം നോക്കി തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ആർക്കും. അപ്പോൾ പിണറായി വിജയൻ ഇമ്പാക്റ്റാണ് UDFിൻ്റെ ഒരു സുനാമി ഇത്തവണ വരാൻ കാരണമെന്ന് എല്ലാവർക്കും, അതായത് പാളയെ കിടക്കുന്ന കൊച്ചിന് വരെ അറിയാം. പിണറായി വിജയൻ്റെ ഇമ്പാക്റ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ കാരണം മേയർ ആര്യയുടെ ഇമ്പാക്റ്റാണ്, പ്ലസ് പിണറായി വിജയൻ്റെ ഭരണവും. ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ രണ്ട് ഭരണത്തിലും ജനം മുടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് VD സതീശൻ ഒന്ന് തെരുവിലിറങ്ങി ചിരിച്ച് കാണിക്കുമ്പോൾ അത് വലിയ വാർത്തയാകുന്നതും വൈറലാകുന്നതും ട്രെൻഡിങ് ആവുന്നതും മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെ പൂക്കി മുഖ്യമന്ത്രി എന്ന് പേര് വീഴുന്നത് പോലും അതുകൊണ്ടാണ്. VD സതീശൻ അത് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. കാരണം VD സതീശൻ ചിരിച്ചു കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അങ്ങോട്ട് പോയി ചിരിക്കുന്ന ആൾക്കാരെ കെട്ടിപ്പിടിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇരട്ടി ഇമ്പാക്റ്റാണ്. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അത് ഈ 10 വർഷത്തെ LDFിൻ്റെ ഒരു ഭരണം കൊണ്ടാണ്. സാധാരണ ഭരണം മാറിക്കഴിഞ്ഞാൽ ഈ UDF ആണ് ഇപ്പോൾ ഭരണത്തിൽ വരുന്നത്. UDFിന് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള വാർത്തകളായിരിക്കുമല്ലോ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ. പക്ഷേ ഇപ്പോൾ ഭരണം മാറിക്കഴിഞ്ഞ ശേഷവും പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ളതും LDFിനെ കുറിച്ചുള്ള അവരുടെ 10 വർഷത്തിലെ ഭരണത്തിലെ പോരായ്മകളുമാണ് ഇപ്പോഴും നമ്മുടെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിന്നോട്ടെ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പിൽ പോയി ബിന്ദു കൃഷ്ണ കുറച്ചുകൂടെ നിനക്കൊന്ന് കുനിയാമായിരുന്നില്ലേ ബിന്ദു എന്നാണ് നമ്മുടെ ലീഗുകാരന്മാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നാലും ഇതിന് ഒരക്ഷരം പോലും കോൺഗ്രസിനകത്ത് നിന്ന് ആരും മിണ്ടിയിട്ടില്ല. ഇൻഫാക്ട് ബിന്ദു കൃഷ്ണയെ കോൺഗ്രസിനകത്ത് നിന്ന് പോലും ഇവന്മാർ ചവിട്ടി തേക്കുകയാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു താക്കീത് വരുന്നുണ്ട്. അതായത് ബിന്ദു കൃഷ്ണയെ ഇത്തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ഇനിയും സംഘികളുടെ എണ്ണം കൂടും എന്ന് പറഞ്ഞ് വേറൊരു കാര്യം കൂടെ അവിടെ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം എന്നാണ് മുസ്ലിം ലീഗുകാർ പറയുന്നത്. അതായത് ഇവർക്ക് ഒരു ന്യായമായിട്ടുള്ളൊരു ചോദ്യം വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. ഞാൻ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ 2 ടൈപ്പ് സംവരണം എന്ന് പറയുന്നത് OBC സംവരണവും ന്യൂനപക്ഷ സംവരണവും. ന്യൂനപക്ഷ സംവരണം മുസ്ലിംസിന് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട്, OBC സംവരണവും അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തിനാണ് OBC സംവരണം കൊടുക്കുന്നത്? മുസ്ലിംസിനകത്ത് ജാതിയില്ല എന്നാണല്ലോ 24 മണിക്കൂറും ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് OBC, അതായത് 2 സംവരണം, ഒരിടത്ത് OBC സംവരണം, ഒരിടത്ത് ന്യൂനപക്ഷ സംവരണം. ഈ OBC സംവരണം എടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടേണ്ട സംവരണമാണ്, അതായത് ഈഴവർക്ക് കിട്ടേണ്ട സംവരണമാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതാണ്. ഇവർക്ക് പിന്നെ അത് തിരിച്ചു പറയാൻ മറുപടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തല വെട്ടുക, കൈ വെട്ടുക, അടിക്കുക, കൈയും കാലും ചെത്തിക്കളയുക, നാക്കെറുക്കുക, ബോംബ് പൊട്ടിക്കുക, ചാവേറായിട്ട് വന്ന് പൊട്ടിത്തെറിക്കുക. അതായത് നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മുമ്പിലോട്ട് വയ്ക്കുമ്പോൾ തിരിച്ച് പറയാൻ മറുപടി ഇല്ലാത്തവൻ്റെ ആയുധമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ആശയം എവിടെയാണോ പരാജയപ്പെടുന്നത് അവിടെ ആമാശയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആശയം പരാജയപ്പെട്ടാൽ ആമാശയത്തിലോട്ട് വല്ലതും പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആശയത്തെ പരാജയപ്പെടുത്തുന്നവനെ കൊന്നുകളയുക എന്നുള്ളതാണ് ഈ ടീമുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളി ചോദിച്ചപ്പോൾ, വെള്ളാപ്പള്ളി എന്തായാലും നമ്മുടെ ജനാധിപത്യ സമൂഹമാണ്, വല്ല സിറിയയോ വല്ല യമനോ ഇറാനോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് ബോംബ് പൊട്ടിച്ച് കൊള്ളായിരുന്നു. പക്ഷേ ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ അതിനൊരു സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ വളഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് 2 സംവരണം കൂടെ എന്തിനാ നിനക്കൊക്കെ എന്നുള്ളത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മതേതരത്വ സമൂഹം എന്നാണ് പറയുന്നത്. മതനിരപേക്ഷ സമൂഹമല്ല, മതേതരത്വ സമൂഹമല്ല കേരളം എന്ന് പറയുന്നത്. അതായത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞവൻ ഇപ്പം മന്ത്രിയാണ്. എന്തിനാണ് നമ്മൾ ഭരണം പിടിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഗ്ലോറി തിരിച്ചു പിടിക്കാനാണ്. അതായത് എൻ്റെ സ്വന്തം സമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ ഭരണം പിടിക്കുന്നത് എന്ന് പറഞ്ഞവൻ മന്ത്രിയായിരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. പോരാത്തതിന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമുണ്ടായ പാർട്ടിയാണ് എന്ന് പറഞ്ഞ ആ പാർട്ടിയാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അതായത് ഹിന്ദുക്കൾ സംഘടിക്കുമ്പോൾ ഇവർക്ക് വലിയ ഭയമാണ്. ഈ മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ജനറ്റിക്കലി അങ്ങനെയാണ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിന്ദുവിനെ തെറി പറയുന്നവനും ഹിന്ദു വോട്ട് കൊടുക്കും, അതുകൊണ്ടാണ്. പക്ഷേ മറ്റവൻ അങ്ങനെയല്ല. മറ്റവൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശം എത്തും താഴോട്ട്, ഇന്ന ആൾക്കേ വോട്ട് ചെയ്യാവൂ, ഇന്ന ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ, അതിന് അവ എത്ര പരമ ചെറ്റയായിരുന്നാലും അവനെ വോട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും പോയി വോട്ട് കുത്തുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതായത് ഗുരുവായൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്ന് ചോദിച്ച ബി ഗോപാലകൃഷ്ണനെ അവിടെയുള്ള മുസ്ലിങ്ങൾ തോൽപ്പിച്ചു. അതേ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ, അതായത് മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഗ്ലോറിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ലവനെ, അതായത് ഇഞ്ചി ഷാജിയെ ജയിപ്പിച്ച് മന്ത്രിയാക്കുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നീ കാണില്ല, നിയമസഭ കാണില്ല എന്നാണ് അവന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം 60% ഹിന്ദുക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോരാത്തതിന് 20% മുസ്ലിം വോട്ടുകളും അവിടെ ഉണ്ട്. ഈ 20% മുസ്ലിം വോട്ടുകൾക്ക് പോലും, ആ മുസ്ലിം വോട്ടുകൾ കണ്ടുകൊണ്ട് പോലും മുസ്ലിം ലീഗിന് UDFനകത്തുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ഹറാസ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ വരും കുറേ എണ്ണം ഈരാറ്റുപേട്ടയെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നിട്ട് പറയും കേരളത്തിൻ്റെ മതേതരത്വം തകർക്കുന്നോടാ. എന്നിട്ട് ഈ കമൻറ്റ് ഇടുന്നവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഫലസ്തീൻ പിഞ്ച് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു പോസ്റ്റ്, 100,000 പോസ്റ്റുകൾ അതിനകത്ത് കാണും. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ തീവ്രവാദി ചത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ തടം പേറ്റുന്ന പടവും അതും ഇതും എല്ലാം എടുത്തിട്ടിട്ട് കൃത്യമായിട്ട് അവരുടെ രാഷ്ട്രീയം കൊണ്ട് മുമ്പിൽ പോയിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ട് സംഘടിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരെ കമൻറ്റ് ബോക്സിൽ വന്ന് മതേതരത്വം തകർക്കുന്നോടാ തെണ്ടി എന്ന് പറയലാണ് ഇവന്മാരെ സ്ഥിരം ജോലി എന്ന് പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഈ തെറിവിളി വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസിനകത്ത് നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ ബിന്ദു കൃഷ്ണയെ വളരെ വലിയ രീതിയിൽ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിന്ന് താണു വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുവാനായി ഇദ്ദേഹത്തെ ആരാണ് ദൈവതുല്യനായി കാണുന്നത്? വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഇയാളെപ്പോലുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വനിതാ മന്ത്രി പോയി നിന്ന് താണു വണങ്ങി അനുഗ്രഹം വാങ്ങിച്ചത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. വെള്ളാപ്പള്ളി വായ തുറന്ന വർഗീയത പറയുന്നു എന്ന് പറയുന്നു. ഈ വർഗീയത മാത്രം പറയുന്ന, വർഗീയതയുടെ പേരിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായി എന്ന് പറയുന്ന പാർട്ടിയല്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഇഞ്ചി ഷാജിയല്ലേ വലിയ രീതിയിൽ മതം മാത്രമാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനകത്തുള്ള ഫാത്തിമ തഹ്ലിയ വിളക്ക് കൊളുത്തിയപ്പോഴല്ലേ ഈ ഫത്വ ഇറങ്ങിയതിപ്പോൾ. ഇതൊന്നും അറിയുന്നില്ലേ? അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതായത് ഇതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. നമ്മുടെ ആൻ്റണി പറഞ്ഞ പോലെ, നമ്മുടെ ആൻ്റണിയോട് ചോദിച്ചു, ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, അപ്പോൾ ആൻ്റണിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ചൈന അതിർത്തിയിൽ വലിയ പണികളൊക്കെ നടത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ പണിയുന്നില്ല
എന്ന് ചോദിച്ചപ്പോൾ ആൻ്റണി പറഞ്ഞത് നമ്മൾ പണിയില്ല. അതെന്താ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അത് പൈസ ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂടെ കൂട്ടിമുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. അപ്പം നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് പോട്ടെന്ന്, അവർ വരെ അടിക്കുക ഇടിക്കുക എന്ത് വേണോ ചെയ്തോട്ടെ എന്ന് പറയുന്നത് പോലെയാണ് ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്. അതായത് അവർ ചെയ്തോട്ടെ, അവർ വർഗീയത പറഞ്ഞോട്ടെ, അവരിത് ചെയ്തോട്ടെ. എന്നാൽ ബിന്ദു കൃഷ്ണ അറ്റ്ലീസ്റ്റ് വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ പോയി ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ അത് പാടില്ല. ബിന്ദു നിന്നെ തൂക്കും ഞങ്ങൾ എന്നാണ് ഉമ്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ എന്നാണ് എനിക്ക് നിൻ്റെ അടുത്തൊക്കെ ചോദിക്കാനുള്ളത്. നാണവും മാനവും ഉളുപ്പ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി രണ്ടാമത് അഹമ്മദ് കുഞ്ഞി, ഇവർ ചെയ്ത നാണം കെട്ട പണിക്ക് മുഖ്യമന്ത്രിയോ KPCCയോ ആരെങ്കിലും വിളിച്ച് താക്കീത് ചെയ്യേണ്ടതാണ്. തുടക്കത്തിലെ ഇത്തരം വൃത്തികേടുകൾക്ക് തടയിട്ടാൽ തുടക്കം നന്നാവും, അല്ലെങ്കിൽ ഒടുക്കം മോശമാവും. പിന്നെ KP കുഞ്ഞിക്ക് പിന്നെ അങ്ങനെ പറയാം, കാരണം KP കുഞ്ഞിയുടെ സമുദായത്തിന് വേണ്ടിയാണല്ലോ അവർ ഭരിക്കുന്നത്. അപ്പോൾ മറ്റ് സമുദായം അഭിവൃദ്ധിപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. മുസ്തഫ, ഒരു കണക്കിന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. അയ്യോ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. മതമാണ് പ്രശ്നമെന്ന് പറയുന്ന മതത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക് ഇരുന്ന് ഭരിക്കുക. വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ബിന്ദു കൃഷ്ണയ്ക്കൊന്നും പോകാൻ പറ്റില്ല, ആരോടും പ്രത്യേക മമത ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി വണങ്ങുന്നു. വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കാനാണോ പോയത്? അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്തു കൊടുക്കാനാണോ പോയത്? വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ചെന്ന് അനുഗ്രഹം മേടിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ്. സമുദായ ആചാര്യന്മാരുടെ മുമ്പിൽ എല്ലാവരും പോകും. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തന്നെ 2 വട്ടമാണ് അരമന നിരങ്ങാൻ പോയത് എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. അത് വേറൊരു കാര്യം. എന്തായാലും കമ്മികളല്ല UDF പ്രവർത്തകർ എന്ന് നേതാക്കൾ മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ മുസ്തഫ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സഹദ്, ചെറിയാൻ ഫിലിപ്പ് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ അയാളുടെ കൈ തട്ടി മാറ്റിയത് കണ്ടപ്പോൾ ബിന്ദു കൃഷ്ണയോട് ഒരു ബഹുമാനം തോന്നിയിരുന്നു. എന്നാൽ നിരന്തരം വർഗീയത പറഞ്ഞ ഒരു മുതലാളിയുടെ മുന്നിൽ ബിന്ദു കൃഷ്ണ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് തോന്നിയ ഈ ബഹുമാനം ഇന്നില്ലാതായിരിക്കുന്നു. ഇവൻ്റെ ബഹുമാനം കിട്ടിയിട്ട് വേണം ഇനി ബിന്ദു കൃഷ്ണയ്ക്ക് സ്വർഗ്ഗലോകം പ്രാപിക്കാൻ എന്നുള്ളതാണ് അവന്മാരുടെ വിചാരം എന്ന് പറയുന്നത്. എന്തായാലും ഈ ബഹുമാനിക്കാൻ വരുന്നവന്മാരെല്ലാം ഈ ലീഗിൻ്റെ ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു ആശ്വാസം തരുന്ന കാര്യം. VT ബൽറാമിനെ പോലുള്ള കഴിവും നിലപാടുമുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ മന്ത്രിയായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷബീബ് ഖാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഇൻ്റലക്ച്വൽ ആവാൻ നോക്കിയതാണ്. VT ബൽറാമിനെ നമുക്കറിയാം, നിരന്തരം ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതാണ് ഇവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് നിരന്തരം ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവർക്ക് സ്വീകാര്യരാണ്. എന്നാൽ ഒരു തരിമ്പ് പോലും ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പൊട്ടിത്തെറിക്കും. പക്ഷേ ഇവർക്ക് ഹിന്ദു വിരുദ്ധത ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. VT ബൽറാം നിരന്തരം ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തന്നെയാണ്. ഉസ്മാൻ മലബാർ, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നിയ വിജയമായിരുന്നു ബിന്ദു കൃഷ്ണയുടേത്. മന്ത്രിയാവുമെന്നറിഞ്ഞപ്പോൾ അത് ഇരട്ടിയായി. എന്നാൽ ഈ ചിത്രം അതിനെ നിരാശയിലാഴ്ത്തി എന്നാണ് പറയുന്നത്. അടുത്ത മുഹമ്മദ് ഷഫീഖ്, LDF മാത്രമല്ല UDF ആയാലും വർഗീയത പറയുന്ന BJPയെ പിന്തുണയ്ക്കുന്ന കക്ഷികളെ പ്രീണിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് എന്ന സന്ദേശം ഈ കുമ്പിടൽ കാണിക്കുന്നു. ആകെയുള്ള പ്രതീക്ഷ സഖാക്കളെ പോലെ ന്യായീകരിക്കാതെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. നൌഷാദ് മുഹ്സി, ഈ ഇലക്ഷനിലെ UDFൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു ഈ എരപ്പൻ. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ എരപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ വിളിക്കേണ്ടത് വേറെയാണ്. അടുത്ത ബഷീർ, വെള്ളാപ്പള്ളിക്ക് കോൺഗ്രസ് മന്ത്രിമാരെ കാണാം ഒരു പൗരൻ എന്ന നിലയിൽ അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ കോൺഗ്രസ് മന്ത്രിമാർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആശീർവാദം നേടേണ്ടതില്ല. കാരണം മലയാളി ഏറ്റവും അധികം മാനുഷിക മൂല്യങ്ങൾ നോക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിൻ്റെ അടുത്ത് ഓരോരുത്തന്മാർ ഓടിപ്പോകുന്നത്. MLA മാരൊക്കെ ഇഷ്ടം പോലെയല്ലേ കാന്തപുരത്തിൻ്റെ അടുത്ത് പോയി കുഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിന്ദു കൃഷ്ണ പോയി വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം മേടിച്ചതിൽ ഒരു തെറ്റുണ്ട്, ശരികേടുണ്ട്. പക്ഷേ കാന്തപുരത്തിൻ്റെ മുമ്പിൽ പോവാം. നമ്മളെ കാന്തപുരം പണ്ട് ജിമ്മി ജെയിംസിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് പറഞ്ഞ പോലെ സൗദി അറേബ്യയിൽ മുസ്ലിംസ് മാത്രം വന്നാൽ മതി, ഇല്ലാത്തവന്മാരെയൊക്കെ ഒന്നും വരണ്ട, അവിടെ നിയമം അതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലോ അങ്ങനെയല്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ സൗദി മുസ്ലിം രാഷ്ട്രമാണ്, അവിടെ അത് അങ്ങനെയുള്ളവർ വന്നാൽ മതി, അത് അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. അപ്പോൾ RSS നാളെ പറയുകയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം, പള്ളിയൊക്കെ കെട്ടാം, പക്ഷേ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന് പറഞ്ഞാൽ കയറ്റിക്കളഞ്ഞ എന്നാണ് കാന്തപുര അബൂബക്കർ പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണിത്. അതായത് വെള്ളാപ്പള്ളിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ വെള്ളാപ്പള്ളിയെ പോയി കാണാം. പോരാത്തതിന് ജാതിക്കോ മതത്തിനോ ഉള്ള ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ മന്ത്രിമാർ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല കേട്ടോ. കാന്തപുരത്തിൻ്റെ താഴെ ഈ കമൻറ്റ് വരാൻ എന്തായാലും സാധ്യതയില്ല. ഈ സൈഫുദ്ദീൻ, ചെറ്റത്തരം കാണിക്കരുത്, ഒരു വർഗീയ വിഷപ്പാമ്പിനെയാണ് അവിടെ പോയി കാണാൻ, എന്താണ് അയാളിൽ കണ്ട ഒരു നല്ല കാര്യം? എടാ അതിലും വലിയ വർഗീയ വിഷപ്പാമ്പാണ് ഇഞ്ചി ഷാജി. ഇപ്പോൾ മന്ത്രിയായിട്ട് ഇരിപ്പുണ്ട്, ഒന്ന് നോക്കി നോക്ക്, കണ്ടാൽ അറിയാം. ഇവർക്ക് മത്സരിക്കുമ്പോൾ അനുഗ്രഹം വാങ്ങാൻ പോയിരുന്നുവെങ്കിൽ MLA ആകാതെ വീട്ടിലിരിക്കാമായിരുന്നു എന്നാണ് അബ്ദുൾ സലാം പറയുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ UDFനെ തോൽപ്പിക്കാൻ പണിയെടുത്ത ഈ കള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയ ഈ മന്ത്രിയോടൊക്കെ എന്ത് പറയാനാണ് എന്നൊക്കെയാണ് ഇങ്ങനെ കമൻറ്റുകൾ നിരന്തരമായിട്ട് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായിരുന്നാലും കേരളം പോകുന്നത് നല്ലൊരു അവസ്ഥയിലോട്ടാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. അതായത് ഹിന്ദു വിരുദ്ധന്മാരൊക്കെ ഇപ്പോൾ കേരളത്തിൽ സ്വീകാര്യരായിട്ട് വരികയാണ്. എന്നാൽ ഇസ്ലാമിനെ ഒന്ന്
തൊട്ടവനെ തട്ടിയിരിക്കും. അവൻ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇനി അവൻ കാണില്ല, അല്ലെങ്കിൽ പുറം ലോകം കാണില്ല എന്നൊക്കെയാണ് ഇവന്മാരുടെ ഭീഷണി വരുന്നത്. അതൊരു സ്ത്രീക്ക് നേരെയൊക്കെയാണ്. പിന്നെ വേറെ കുറേ എണ്ണന്മാർ പറയുന്നുണ്ട്, ഇതിലും ഭേദം LDF ആണെന്നും. മോനെ, അതായത് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ്റെ മോളും റിയാസും തമ്മിലുള്ള കല്യാണം വ്യഭിചാരമാണെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ വാക്കിയകത്ത് പഴവും തിരിവിയിരുന്നല്ലോ. കൂടുതൽ പറയിപ്പിക്കരുത്. ശരി.